ഇന്ന് പ്രിയമുള്ളവരെ, ഇതിനകത്ത് ദൈവം നിന്നെ ആകർഷിച്ചു കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും വിശ്വസിച്ചുകൊണ്ട് നിന്നോട് വിളിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ ദൂതായി തന്നെ നീ ഏറ്റെടുത്തോ. ഇത് നിൻ്റെ ചാൻസാണ്, നിൻ്റെ സീസൺ ചേഞ്ചാണ്. ഈ സാഹചര്യത്തിനകത്ത് നിന്നെ കർത്താവ് ഈ പർവ്വതത്തിൻ്റെ മേൽ, ദൈവത്തിൻ്റെ സ്ഥാനത്തിൻ്റെ മേൽ, ദൈവം ഇറങ്ങുന്ന ഈ ആലയത്തിനകത്ത് കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ പൂക്കുവാൻ പോകുന്നു. ദേശത്തിൻ്റെ മുന്നേ നിൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്വങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. നിൻ്റെ വാഗ്ദത്വങ്ങളെ തടയുവാൻ നിന്ന ശത്രുവിൻ്റെ മുന്നേ, നിന്നെ കൊന്നുകളയുമെന്ന് വെല്ലുവിളിച്ച ശത്രുവിൻ്റെ മുന്നേ, നിൻ്റെ സാഹചര്യങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞ ശത്രുവിൻ്റെ മുന്നേ നീ രാജാവായും പുരോഹിതനുമായി തിരിച്ചു മടങ്ങുവാൻ പോകുന്നുവെന്ന് ചിലരെ കർത്താവ് ശുശ്രൂഷക്കാരായി ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയ മോശ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനായെങ്കിൽ, അവൻ്റെ മേൽ കിടന്ന വാഗ്ദത്വം ഓപ്പണായെങ്കിൽ, പിന്നീട് നടന്ന 40 വർഷം അവൻ്റെതായിരുന്നുവെങ്കിൽ, അടിമ വീട്ടിൽ കിടന്ന ഒരു കൂട്ടം വ്യക്തികളെ തിരിച്ചെടുക്കുവാൻ ദൈവം ഒരൊറ്റ മോശയാക്കിയെങ്കിൽ, ഈ സീസൺ ചേഞ്ചിൽ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ ഒറ്റയ്ക്ക് കർത്താവ് വിളിച്ച് വേർതിരിക്കുവാൻ പോകുന്നു. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ നിന്റെ മേൽ വീഴുവാൻ പോകുന്നു. ഈ സമയം അതിനുവേണ്ടി ചിലരുടെ മേൽ അഭിഷേകം വീഴുന്നു. In the name of Jesus. അങ്ങനെ ഉള്ളവർ ആരാധിച്ചാട്ടെ, വിട്ടുകൊടുത്താട്ടെ. ആ നിറവ് പ്രാപിച്ചാട്ടെ. ആ കെട്ടുകൾ പൊട്ടുന്നു. നിന്റെ സാഹചര്യത്തിലെ പിടിച്ചു വെച്ച, നിന്റെ ഭാവിയെ പിടിച്ചു വെച്ച, നീ ഉയരില്ലെന്ന് വെല്ലുവിളിച്ച വെല്ലുവിളികളെ പൊടിച്ചുകൊണ്ട് ചില വ്യക്തികൾ ഇതാ പുറത്തിറങ്ങുന്നു. അത് ആ ദർശനത്തിന്റെ കണ്ണുകളിലൂടെ, നിന്റെ വ്യക്തിപരമായ കണ്ണടച്ച് നിന്റെ കർത്താവ് തന്ന ആത്മീയ കണ്ണിലൂടെ ഒന്ന് കണ്ടാട്ടെ. ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ താൻ കൊണ്ടുപോയ വടി ആടുകളെ മേയ്ക്കുവാനാണെങ്കിൽ, തൻ്റെ കയ്യിൽ അധികാരത്തോടെ ഒരു വടി ഫറവോനെ തകർക്കുവാൻ, അടിമ മുഖത്തിൽ കിടക്കുന്ന ചില വ്യക്തികളെ പുറത്തെടുക്കുവാൻ പവർ. ചിലരുടെ മേൽ വാഗ്ദത്തത്തിന്റെ സാന്നിധ്യം വീഴുന്നു. In the name of Jesus Christ.